ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇടാൻ വന്ന വീഡിയോ ഹൈക്കണിന്റെ ഹാലോ UPS ഇൻവെർട്ടറിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് ഒരു ഭാരം കുറഞ്ഞ ഇൻവെർട്ടറാണ്. ഇതിന് 21 കിലോഗ്രാം മാത്രമാണ് ഇതിന്റെ ഭാരം. അതുപോലെ ഇതിനകത്ത് ബാറ്ററി ഇൻബിൽറ്റ് ആണ്, അതായത് ബാറ്ററി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി 1200 VA 960 വാട്ട്സ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ഇതിനകത്ത് മാക്സിമം 960 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്നാൽ അത്രയും നമുക്ക് കണക്ട് ചെയ്യാൻ ഒന്നും പറ്റുമെന്നും ഞാൻ പറയുന്നില്ല, അത്രയും ചെയ്യണമെന്ന് പറയുന്നില്ല. കാര്യം നമുക്കിതിനകത്ത് ഏകദേശം ഒരു 750 വാട്ട്സ് വരെ നമുക്ക് ലോഡ് ചെയ്യാം. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ടാണ്. ലിഥിയം ബാറ്ററിയാണ്. പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. അതുപോലെ ഇതിനകത്ത് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. LFP ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ കത്തിപ്പിടിക്കുന്നുള്ള പേടി വേണ്ട. വെയിറ്റ് നോക്കുക, 21 കിലോഗ്രാം മാത്രമാണ്. ബാറ്ററി ചാർജ് 10 ആംപിയർ DC. ഔട്ട്പുട്ട് പവർ റെസിസ്റ്റീവ് 960 വാട്ട്സ് എന്നാണ്. 960 വാട്ട്സ് വരെയാണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി. മിക്സി പ്രവർത്തിപ്പിക്കാം, അതുപോലെ ഇൻവെർട്ടർ, ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കാം. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലെ ലോഡുകളും ലൈറ്റ് ലോഡുകളെല്ലാം കൊടുക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ലോഡുകളെ പറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. LED ബൾബ്, LED ട്യൂബ് ലൈറ്റ്, ഫാൻ, BLDC, മൊബൈൽ ചാർജർ, വൈഫൈ റൂട്ടർ, DTH, TV, PC, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് എത്രത്തോളം എണ്ണം കൊടുക്കാം എന്നുള്ള രീതികളൊക്കെ, യൂസേജ് 1, യൂസേജ് 2, അതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര സാധനങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം അയോൺ ബാറ്ററിയും തമ്മിലുള്ള ഈ ഇൻവെർട്ടറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ കപ്പാസിറ്റികളെ പറ്റി. എന്തായാലും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് നല്ലതാണ്. നമ്മുടെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികളെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിനകത്ത് നല്ല ബെറ്ററായിട്ട് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ഡിസ്ചാർജ് ആവുന്ന വരെയും നമുക്ക് ഈ ഇൻവെർട്ടർ ഉപയോഗിക്കാം. കറണ്ട് ഇല്ലാത്ത സമയത്തിൽ ഒരു ഫുൾ ദിവസമൊക്കെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇൻവെർട്ടർ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ്. ബാക്കപ്പ് ഇൻവെർട്ടറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് സോളാർ സപ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം നിരവധി വീടുകളിൽ സോളാർ ഓൺ ഗ്രിഡ് KSB ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് കറണ്ട് പോകുമ്പോൾ അവിടെ കറണ്ട് പോകുമ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും കറണ്ട് പോകും. ആ സമയത്ത് നമുക്ക് ഒരു ബാക്കപ്പ് ഇൻവെർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെർട്ടറാണ് ഈ ഹൈക്കണിന്റെ ഹാലോ 1200 മോഡൽ ഇൻവെർട്ടർ. ബാക്ക് സൈഡ് നോക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ളത്. AC ഔട്ട്പുട്ട് 230 വോൾട്ട് AC, ഇൻപുട്ട് സർക്യൂട്ട് ബ്രേക്കർ, AC ഇൻപുട്ട് 230 വോൾട്ട് AC, UPS മോഡ്, ഇൻവെർട്ടർ മോഡ്, റീസെറ്റ് ബട്ടൺ, പിന്നെ ബാറ്ററിയുടെ ഓൺ ഓഫ് സ്വിച്ച്, ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ രണ്ട് സൈഡിലും ഇതുപോലുള്ള ഒരു കൈകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡിങ്ങിനുള്ള ഒരു സാധനം നമുക്ക് ഇതിനകത്ത് പിടിച്ച് നമുക്ക് പൊക്കി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ സാധിക്കും. പിന്നെ ഇതൊരു ഫാനാണ്, ഇതിന്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഹെവി ലോഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 750 വാട്ട്സ് ഒക്കെ അതിനൊക്കെ, അല്ലെങ്കിൽ 600, 200, 700 വാട്ട്സിന്റെ ഒക്കെ മുകളിലേക്ക് നമ്മൾ ലോഡ് പോവുകയാണെങ്കിൽ ഈ ഫാൻ വർക്കാവും. അങ്ങനെ തന്നെ കൂളിംഗ് ചെയ്യും. മാക്സിമം ഒരു 600 വാട്ട്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഒരു 250, ഒരു മിക്സി, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി. അതിൽ കൊടുത്തത് അല്ലെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ചെറിയ എൻ്റെ മാഗ്നസ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ അതൊക്കെ ഇതിനകത്ത് ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ അത്യാവശ്യ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ TV, ഫ്രിഡ്ജ്, മറ്റേ മിക്സി, അങ്ങനെയുള്ള ലൈറ്റുകൾ, ഫാൻ, പിന്നെ എല്ലാ ഫാനുകളും, അത് BLDC ആയാലും സാധാ ഫാനുകളായാലും, അതുപോലെ ടേബിൾ ഫാൻ ആയാലും പെഡസ്റ്റൽ ഫാനൊക്കെ ആയാലും നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വർക്കാവാൻ പറ്റാത്ത സാധനങ്ങൾ തേപ്പ് പെട്ടി, മോട്ടർ, ഇൻഡക്ഷൻ കുക്കറുകൾ, അങ്ങനെയൊക്കെയുള്ള ഹെവി ലോഡ് വരുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ലൈറ്റ് ലോഡുകളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ലൈറ്റ്, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം.
അതുപോലെ സാധാ ഇൻവെർട്ടർ അല്ലാത്ത ഫ്രിഡ്ജുകൾ ഇതിനകത്ത് കണക്ട് ആവത്തില്ല. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി ലോഡ് കാണിക്കും. കാര്യം ഒരു മോട്ടർ അല്ലെങ്കിൽ മോട്ടറിന്റെ ഏത് സിസ്റ്റം ആയാലും റണ്ണിങ് സ്റ്റാർട്ടിങ് സമയത്ത് ഹെവി ലോഡ് എടുക്കുന്നത് കൊണ്ട് ഇൻവെർട്ടർ എടുക്കത്തില്ല. അപ്പോൾ ഇൻവെർട്ടറിനകത്ത് ഫ്രിഡ്ജ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ 100 വാട്ട്സ് ആയിരിക്കും അതിന്റെ മോട്ടോർ പവർ എങ്കിലും അത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പം 700-800 വാട്ട്സ് ഒക്കെ ഒരു ചെറിയ TP ടൈമിലേക്ക് എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഹെവി ലോഡ് കാണിച്ച് ഇൻവെർട്ടർ ട്രിപ്പ് ആവും. അതുകൊണ്ട് നോർമൽ ഫ്രിഡ്ജുകൾ ഇതിനകത്ത് വർക്ക് ആവത്തില്ല. ഇൻവെർട്ടർ ടൈപ്പ് ഏത് ഫ്രിഡ്ജ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അതുപോലെ മിക്സിയും ധൈര്യമായിട്ട് കണക്ട് ചെയ്യുക. മിക്സിക്കകത്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താ നമ്മൾ ഫസ്റ്റിനകത്തിട്ടായിരിക്കുള്ള വർക്ക് ചെയ്യുന്നത്. ടോപ്പ് ലോഡിലിട്ട് നമ്മൾ ഒരിക്കലും വർക്ക് ആവത്തില്ലല്ലോ. അതായത് മിക്സിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടുന്നത് കൊണ്ട് നമുക്ക് വലിയ ഹെവി കറണ്ട് മിക്സി എടുക്കത്തില്ല സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ട് മിക്സി നമുക്ക് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇതിനകത്തൊന്ന് തുറന്നു നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഏത് ടൈപ്പ് ഇൻവെർട്ടറാണ് നമുക്ക് തുറന്നു നോക്കാം. അതിന് മുന്നേ ഇതിന്റെ വില നീക്കുന്നറിയട്ടെ. ഇതിന്റെ വില എന്ന് പറയുന്നത് ഞാനത് വാങ്ങിക്കുമ്പോൾ നോക്കാം, പ്രൈസ് 30,990 രൂപയാണ് ഇതിന്റെ വില. നോക്കാം, ഹൈ കട്ട് ഇൻവെർട്ടർ UPS 1200. അതിന്റെ പ്രൈസ് വരുന്നത് 30,990 രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്സിജനിലാണ് ഞാൻ വാങ്ങിയത്. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് നമുക്ക് ഇന്ന് തുറന്നു നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. നോക്കൂ ഫ്രണ്ട്സ്, ഇതാണ് ഇതിന്റെ ഇൻവെർട്ടറിന്റെ ഉൾസൈഡ്. ഇതാണ് ബാറ്ററി. ഇതാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി, അല്ലാതെ LFP ബാറ്ററി. ഇതാണ് അതിന്റെ BMS ആണ് ഇത്. നോക്കാം, BMS ആണ്. പിന്നെ ട്രാൻസ്ഫോമർ ടൈപ്പ് ആണ്, അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് കൂടുതൽ. ഇതാണ് ഇതിനകത്തുള്ള ട്രാൻസ്ഫോമർ. ഇതാണ് ഇതിനകത്ത് ഉള്ളിലുള്ള പാർട്സുകൾ. നോക്കുക, നല്ല അടിപൊളി രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ഒരു ഇൻവെർട്ടറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചൈനീസ് മോഡലൊന്നും അല്ല, ഇത് പ്യൂർ ഇന്ത്യൻ മോഡൽ തന്നെയാണ്. ഇത് നോക്കുക. മാത്രമല്ല ഇതൊരു കേരളത്തിന്റെ കമ്പനിയാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കൺ. നോക്കുക, ഇതിന്റെ ഉൾഭാഗം നോക്കുക. ഈ കേബിളാണ് നമ്മൾ KSB സപ്ലൈ നമുക്ക് ബാറ്ററി ചാർജ് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഇൻവെർട്ടർ നിങ്ങളുടെ വീട്ടിൽ കളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും സ്റ്റെയറിന്റെ അടിയിലോ മറ്റു ഭാഗത്തോ ഇൻവെർട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് കാണും. അവിടെ നമ്മൾ ഇൻവെർട്ടർ കൊടുക്കണം. ഇവിടെ ഞങ്ങളുടെ സ്റ്റെയറിന്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് കൊടുത്തു നോക്കാം. ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. നോക്കുക, ഇൻവെർട്ടറിന്റെ അടിപൊളി ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. നോക്കുക, അതിനകത്താണ് നമ്മൾ ഓൺ ഓഫ് ഒക്കെ ചെയ്യുന്നത്. ഡിസ്പ്ലേ നോക്കുക. ഡിസ്പ്ലേ അടിങ്ങനെയാണ് കാണിക്കുന്നത്. മെയിൻ വോൾട്ടേജ്, മാക്സിമം ലിഥിയം, ബാറ്ററി ചാർജിങ് 9.4 ആംപിയർ. സ്റ്റേജ് 2 ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഡിസ്പ്ലേ നമുക്ക് കാണിക്കാം ലോഡ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അഥവാ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടറിന്റെ വയറിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈറ്റ് ലോഡ് റീഅറേഞ്ച് ചെയ്ത് ഒരു ഇലക്ട്രീഷ്യന്റെ സാന്നിധ്യത്തോടെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇൻവെർട്ടർ കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് ഇതിന്റെ വയറിംഗ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ നോക്കുക, ഇതിനകത്ത് ഈ ഒരു ഭാഗം രണ്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. അതിന്റെ ബാർ നോക്കുക. ഒന്ന് പവർ ലോഡും ഇപ്പുറത്തെ ലൈറ്റ് ലോഡും.
നോക്കുക. അതായത് ഈ കാണുന്ന ഈ പവർ ലോഡും ഈ കാണുന്ന ലൈറ്റ് ലോഡും, അതായത് ചുമന്ന ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുന്ന ആ ഒരു ഭാഗം, അത് നമ്മൾ ലൈറ്റിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതാണ് നമ്മൾ ഇൻവെർട്ടർ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഭാഗത്തുള്ള അത് ഈ കാണിച്ചേക്കുന്ന നീല ആ ഒരു ബാറുണ്ടല്ലോ, ആ ബാർ വെച്ച് കൊടുത്തേക്കുന്നത് ആ പവർ ലോഡാണ് കൊടുത്തേക്കുന്നത്. മിക്സി അല്ല, മോട്ടറുകൾ, അതുപോലെ മോട്ടർ, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻസ്, ഇങ്ങനെയുള്ള പവർ ലോഡുകളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് ആ ഒരു ഭാഗത്താണ്. അത്ര ഒരു 3 MCBക്കകത്ത് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ലൈറ്റാണ്. ഫ്രിഡ്ജ് മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഈ രീതിയിൽ നമ്മൾ ലോഡ് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഇൻവെർട്ടർ വയറിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിനകത്ത് കൊടുത്തേക്കുന്ന വയറിങ്ങും KCB വയറിങ്ങും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. ഇൻവെർട്ടർ വഴിയാണ് ഇൻവെർട്ടറിന്റെ ലോഡിനകത്ത് മൊത്തം സപ്ലൈ പോകുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ രീതി നിങ്ങളുടെ വീട്ടിലെ വയറിങ് കറക്റ്റ് ആക്കാൻ നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇപ്പോഴത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോട് കൂടി എൻ്റെ വീഡിയോ വായിച്ചതിന് നന്ദി. താങ്ക് യു.